UDF അധികാരത്തിൽ വന്ന രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ തിരുവല്ലയിൽ പറഞ്ഞു. തിരുവല്ലയിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുകയായിരുന്നു PJ കുര്യൻ. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വേദിയിൽ ഇരിക്കുമ്പോഴാണ് PJ കുര്യൻ ഈ പരാമർശം നടത്തിയത്. എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. രമേശിന്റെ വലത്ത് വർഗീസ് സ്വാമി ഇരിക്കുന്നത് പോലെ അസംബ്ലിയിൽ രമേശിന്റെ വലത്ത് വർഗീസ് സ്വാമി എന്നായിരിക്കും. അതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ അനുകൂലമായ സാഹചര്യം പശ്ചാത്തലം നമ്മൾ ഒന്നിച്ച് നീക്കണം. പത്തനംതിട്ട ഷിജോ കുര്യൻ തത്സമയം ചേരുന്നു. ഷിജോ കുര്യൻ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN വെടിക്കെട്ടിന് തിരികൊളുത്തുകയാണോ PJ കുര്യൻ, ഈ പത്തനംതിട്ട ജില്ലയിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു സംശയമൊക്കെ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇടയിൽ ഉയരാം. അതായത് UDFിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവാദം, ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഡൽഹിയിലടക്കം PJ കുര്യനും ഉണ്ടായിരുന്നു. എന്തായാലും സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഊർജിതമായി തന്നെ പോവുകയാണ്. UDFിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് UDF നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നത്. അപ്പോൾ UDF ഇത്തവണ LDFിനെ മറികടന്നുകൊണ്ട് അധികാരത്തിൽ വരും, കേരളം UDF ഭരിക്കും എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് UDF നേതാക്കൾ ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഒരു ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ UDFിനകത്ത് ആഭ്യന്തരമായിട്ട് ചർച്ചകളൊക്കെ നടക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി UDFിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചരടുവലികൾ നടക്കുന്നതിനിടയിലാണ് ഇന്നലെ തിരുവല്ലയിൽ വർഗീസ് മാമന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ച PJ കുര്യൻ ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയായിരിക്കും, നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന രമേശ് ചെന്നിത്തലയായിരിക്കും എന്നുള്ളൊരു പരാമർശം PJ കുര്യൻ നടത്തിയത്. മെയ് 9 വരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുക, അതിനകത്ത് യാതൊരു വിധത്തിലുമുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയേക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യമാണ് PJ കുര്യൻ പറഞ്ഞത്. അങ്ങനെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന രമേശ് ചെന്നിത്തല അടുത്തിരിക്കുന്ന വർഗീസ് മാമൻ കൂടി അന്ന് അസംബ്ലിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് PJ കുര്യൻ പറഞ്ഞു വെച്ചത്. ഒരുപക്ഷെ ഇത് UDFിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ കൂടുതൽ മറന്നേക്ക് പുറത്തു വരാനുള്ള വഴിയായിട്ട് കൂടി ഒരുപക്ഷെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. കാരണം PJ കുര്യന് താല്പര്യം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതിനോടാണ്. അതുമാത്രമല്ല മറ്റു ചില നേതാക്കൾക്ക് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനോടാണ്. എന്തായാലും UDFിൽ മുഖ്യമന്ത്രി തർക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല, കഴിഞ്ഞ കാലം കുറേയായിട്ട് അതിനകത്തുണ്ട്. പക്ഷേ അധികാരത്തിലൊക്കെ വരുമോ എന്നുള്ളതൊക്കെ മെയ് 9-ന് ശേഷം അറിയാം. ഈ ഒരു വിഷയം എന്തായാലും കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.